റിഫ്രഷ്മെന്റ് സെന്റർ ആണ്. നമ്മൾ ഉത്തരവാദിത്വ ഭക്ഷ്യ രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജങ്ക് ഫുഡും ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എല്ലാം തന്നെ വളരെ ഹാനികരമായ പാക്കേജിങ്ങിലാണ് വരുന്നത്. മൾട്ടി ലെയർ പാക്കേജിങ്ങിലും പ്ലാസ്റ്റിക്കിലുമാണ് വരുന്നത്. ഒട്ടും നമുക്ക് പുനഃചംക്രമണം പോലും ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ആ ജങ്ക് ഫുഡ് എല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്കും ആരോഗ്യത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വ ഭക്ഷ്യ രീതികളുടെ ഭാഗമായിട്ട് നമ്മൾ നാടൻ ഭക്ഷണവും ആരോഗ്യപരമായ ഭക്ഷണവും എന്താ പറയുന്നത് ബോയിൽഡ് ഐറ്റംസ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതും ഇങ്ങനെ പരിസ്ഥിതി സൗഹൃദമായ റീയൂസബിൾ കണ്ടെയ്നറിൽ മാത്രമേ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണോ മാം വിഭവങ്ങൾ? അപ്പോൾ ഇത് പോലീസിന്റെ സെന്റർ ആണ്. ഇതല്ലാതെ പിന്നെ നമ്മുടെ ഭക്ഷ്യ കൂടിയാണ് ചുക്ക് കാപ്പി ആയിരിക്കും. വൈകിട്ടോട് കൂടി ഇനി ചുക്ക് കാപ്പി, അത് കഴിഞ്ഞ് പിറ്റേ കാലത്ത് കുടിവെള്ളം ഫുൾ ടൈം ഉണ്ടാവും. അല്ലാത്ത സമയത്തും മോരും വെള്ളം, അതുമാതിരി നാരങ്ങ വെള്ളം, വൈകിട്ടും പുലർച്ചയ്ക്കും ചുക്ക് കാപ്പി, ഈ നിലയ്ക്കാണ് അറേഞ്ച് ചെയ്യുന്നത്. ബാക്കി ടെട്രാപാക്ക് ജ്യൂസസും പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്ന ജ്യൂസസും ഇതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. ഓക്കെ, സംഭാരമും ഇങ്ങനെയുള്ള നാരങ്ങ വെള്ളമും ഇത് മാത്രമേ കൊടുക്കുന്നത്. ഓക്കെ. കലോത്സവ നഗരി എന്നാൽ പാട്ടും കലയും കാര്യങ്ങളും ആരവങ്ങളും മാത്രമല്ല, ഇവിടെ കുറച്ച് മെസ്സേജസ് കൂടി നമുക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് അതുപോലൊരു മെസ്സേജ് തരുന്ന വളരെ സ്പെഷ്യാലിറ്റി അടങ്ങുന്ന ഒരു കടയിലേക്കാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം പേരിൽ ആ കടയെന്നൊക്കെ ഉണ്ട്, ഷോപ്പെന്നൊക്കെ ഉണ്ട്. യെസ്, സ്വാപ്പ് ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം വാസുകി മാം ആണ്. വാസുകി മാമിനോട് തന്നെ സ്വാപ്പ് ഷോപ്പിൻ്റെ ഐഡിയയെ പറ്റിയും ഐഡിയേഷനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചറിയാം. മാം, എങ്ങനെ പോകുന്നു കലോത്സവം? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ ഭംഗിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി കളർഫുൾ ആൻഡ് ഓൾ ടാലന്റ് യു ക്യാൻ സീ ഹിയർ. മാം ആദ്യമായിട്ട് സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യത്തെ കലോത്സവമാണ്. യെസ്, സെക്രട്ടറി ആയ ശേഷം ആദ്യത്തെ കലോത്സവമാണ്. പക്ഷേ നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോൾ പോലും ആ സമയത്ത് ജയ മാഡം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് 2016 കലോത്സവത്തിലെ ഗ്രീൻ പ്രോട്ടോകോൾ വളരെ പ്രസിദ്ധമാക്കിയത്. ഇങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഓല മേഞ്ഞിട്ടുള്ള ഈ ഒരു വീട് പോലത്തെ ഒരു കടയൊക്കെ കാണുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ സ്വാപ്പ് ഷോപ്പ്, എന്താണ് ആ ഐഡിയേഷന്റെ പിറകിലുള്ള ആ ഒരു സംഭവമൊക്കെ എന്താണ്? സ്വാപ്പ് ഷോപ്പ് എന്ന് പറയുന്നത് പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആശയമാണ്. എല്ലാ സ്കൂളുകളിലും ഇത് കണ്ട് പഠിച്ചിട്ട് എല്ലാ സ്കൂളുകളിലും ഇത് നിരന്തരം ഉണ്ടാവണം എന്നതാണ് ആശയം. സോ ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നോക്കുക, ഈ ഒരു കുട്ടിയുടെ ഒരു വസ്ത്രം, ഈ കുട്ടി അത് വലുതാകുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ കാണുമ്പോൾ ഭംഗിയാണല്ലേ. അപ്പോൾ ഇത് മറ്റൊരു കുട്ടിക്ക് ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ കുട്ടികളായാൽ പോലും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വലിയ കുട്ടികൾ ഉണ്ടായിരുന്നു. മിക്കവാറും സമയങ്ങളിൽ 80% എൻ്റെ മോന് ധരിച്ചത് എല്ലാം സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്സ് തന്നെയാണ്. കുട്ടിക്ക് ഒരുപാട് ചേട്ടന്മാരുണ്ടായിരുന്നു. അതുപോലെ പുസ്തകങ്ങൾ, ബാഗ്സ്, പിന്നെ കളിപ്പാട്ടങ്ങൾ, എന്ത് വേണമെങ്കിലും ഇവിടെ സ്വാപ്പ് ഷോപ്പിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഐറ്റം അവർക്ക് ഉപയോഗം അത് തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് നിക്ഷേപിക്കാം. അതായത് ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ വായിച്ച പുസ്തകങ്ങളോ അല്ലെങ്കിൽ പാത്രങ്ങളോ ഒക്കെ എനിക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള സാധനം കളക്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോവാം. സോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് മാലിന്യമായിട്ട് മാറ്റാതെ ഒരു രണ്ടാമത്തെ ജീവിതം ഒരു സാധനത്തിന് നമുക്ക് കൊടുക്കുവാണ്. അപ്പോൾ ശരിക്കും ഇത് ഒരു റെസ്പോൺസിബിൾ കൺസംഷനുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ബോധവും ഇല്ലാതെ വളരെ ഇറസ്പോൺസിബിൾ കൺസ്യൂമേഴ്സ് ആയിട്ട് മാറി വരുന്നു. ശരിക്കും നമ്മുടെ ഇറസ്പോൺസിബിൾ കൺസ്യൂമറിസമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന കാരണം. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ റെസ്പോൺസിബിൾ കൺസംഷൻ എന്ന സന്ദേശം നമ്മൾ നൽകുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഒരു കാര്യം കൂടി ചോദിച്ചപ്പോൾ മനസ്സിലായി, മാം എടുത്തിരിക്കുന്ന ഈ സാരിയും അല്ലേ? യെസ്, ഈ സാരി എന്ന് പറയുന്നത് 2018 ഞാൻ തിരുവനന്തപുരം കളക്ടറായിരുന്ന സമയത്ത് ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു സ്വാപ്പ് ഷോപ്പിൽ നിന്ന് കിട്ടിയ സാരിയാണ്. സോ 2018 തൊട്ട് ഇപ്പോൾ 2026 8 വർഷമായിട്ട് ഞാൻ ഈ സാരി ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറയട്ടെ, ഇത് നമ്മളിങ്ങനെ പറയുക മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. എനിവേ, കൺഗ്രാറ്റ്സ് മാം. അപ്പോൾ ഇതുപോലെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് കലോത്സവ വേദിയിൽ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ വേറെ ഒരുക്കിയിട്ടുള്ളത്? പലതും ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നാഷണൽ ഗെയിംസിൽ തുടങ്ങിയ ഒരു സാധനം ഇപ്പോൾ ഇതിലും നല്ല ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും കുപ്പിവെള്ളം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പല തണ്ണീർ പന്തലുകളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ഭക്ഷ്യ രീതികൾ പഠിപ്പിക്കാൻ വേണ്ടി നാടൻ ഭക്ഷണം, വേവിച്ച ഭക്ഷണം, ഫ്രൈഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഷുഗറി ഐറ്റംസോ എല്ലാം തന്നെ ഒഴിവാക്കി വളരെ ആരോഗ്യപരമായ ഭക്ഷ്യ രീതികൾ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ടേസ്റ്റ് ബഡ്സ് റീഓറിയൻറ്റ് ചെയ്യാൻ പോലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
ഓക്കെ, വളരെ മൈന്യൂട്ടാന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലിയ ബിഗ് സ്റ്റെപ്സ് ആണ്. ആ ഒരു എന്താണ് അത്തരത്തിലുള്ള വലിയ സ്റ്റെപ്സിലൂടെ തന്നെ എന്താണെങ്കിൽ ഈ കലോത്സവം ഇവർ വേറെ രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ലെവലിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാപ്പ് ഷോപ്പിലും ഈ പറഞ്ഞിട്ടുള്ള റിഫ്രഷ്മെന്റ് സെന്ററിലും ഒക്കെ കലോത്സവ നഗരിയിലേക്ക് വരുന്നവരെ വരാതിരിക്കാൻ മറക്കരുത്. കൂടുതൽ കലോത്സവ വിശേഷങ്ങളുമായി അത് കാണാനായിട്ട് റിപ്പോർട്ടർ സ്റ്റേ ട്യൂൺ ആയിരിക്കാം.